കുട്ടിക്കാലത്ത് അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതായിട്ട് പറഞ്ഞു കേട്ടു. അതെ, അത് ഉള്ളിലുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. അത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മളത് കാണുമ്പം അത് നമ്മുടെ മനസ്സിലിങ്ങനെ പതിക്കും. അത് കാരണം നമ്മുടെ റിലേറ്റീവ്സ് ആയാലും അതുവരെയും ഭയങ്കര സ്നേഹമായിട്ട് ഇഷ്ടമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ അത്രയും സ്നേഹമായിട്ട് പെരുമാറുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് അവരുടെ സ്വഭാവം മാറും. അതെല്ലാം ഈ പണത്തിൻ്റെ ഒരു പവറാണ്. ആ പണം കൊണ്ട് മാറുന്നതാണ്. എല്ലാ ബന്ധങ്ങളെയും മാറ്റി മറിക്കാനുള്ള ഒരു കഴിവ് ഈ സാധനത്തിനുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ബ്രില്യൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എന്താ പറയുക ഉത്തരവാദിത്തം തന്നെയാണ്. പലതരം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് പ്ലസൻറ്റ് ഫേസിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനതിൽ ഗിവപ്പ് ചെയ്യില്ല, ഐ എം ലൈക്ക് ദിസ് എന്ന് പറയുന്ന ആൾക്കാരെ അധികം കണ്ടിട്ടില്ല. ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്ററാണല്ലേ? എനിക്കറിയില്ല, എന്നെ അങ്ങനെയൊന്നും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊരു പ്രശ്നത്തിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ല, ഇറങ്ങും. പക്ഷെ ഇറങ്ങാൻ ഭയങ്കര താമസമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് വേണോ വേണ്ടയോ പലതവണ ആലോചിച്ച് മാക്സിമം ഒഴിവാക്കി വിടാവുന്ന, നമുക്ക് ക്ഷമിച്ച് വിട്ട് കളയാൻ കഴിയുന്ന രീതിയിലെല്ലാം ഇങ്ങനെ മാറ്റി അവോയ്ഡ് ചെയ്ത് കളയാനുള്ളതെല്ലാം അങ്ങനെ കളഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഇനി വയ്യ എന്നുള്ളൊരവസ്ഥയിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ത്രീ പുരുഷ സമത്വം ആണോ ഹണി പ്രിഫർ ചെയ്യുന്നത്, അതോ സ്ത്രീ പുരുഷനേക്കാൾ ഒരല്പം താഴെയാണ് നിൽക്കുന്നത്? എന്താണ് ഹണി ശരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും 3 പേരും ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അവിടെ ഒരു സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ളൊരു വേർതിരിവ് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ വരാറില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനായതുകൊണ്ട് അയാൾ എൻ്റെ തലയ്ക്ക് മേളിൽ കയറി നിന്ന് എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരികയില്ല. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനുഷ്യരെ ആരായാലും നിങ്ങൾ എന്തായാലും ഈക്വൽ റൈറ്റ്സ് എന്നുള്ളൊരു സാധനം, ഈക്വൽ റെസ്പെക്റ്റ് എന്നുള്ളൊരു സാധനം ഭയങ്കര അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. പലതരം റിപ്പോർട്ടുകൾ വരുന്നതിനിടയിൽ ഹണി റോസ് വിവാഹിതയാവാൻ പോവുകയാണ്, അങ്ങനെ ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടോ സത്യം എന്തെങ്കിലും? ഉണ്ടാവട്ടെ, മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്, അമ്മയ്ക്കാണത് ഏറ്റവും ആഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നല്ലൊരു ആൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നല്ലൊരാളിലാണ് ഈ പ്രശ്നം കിടക്കുന്നത് മുഴുവൻ. നമ്മളെങ്ങനെ ഒരു നല്ലൊരാളെ എങ്ങനെ കണ്ടുപിടിക്കും എന്നിടത്താണ് എനിക്കും പ്രശ്നമുള്ളത്. അപ്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ പോകാൻ കഴിയുന്ന, അതിൽ നിൽക്കാൻ പറ്റുന്ന ആളെ അല്ല ഞാൻ. നമുക്ക് നമ്മുടെ സ്വഭാവത്തെ പറ്റി അറിയാം, നമുക്ക് ഓരോരുത്തരും അങ്ങനെയാണല്ലോ, നമ്മളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സമീപിക്കുന്ന ആളെ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരാളെ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ട് അതെനിക്ക് 100% ഇയാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നൊരു തോന്നൽ വന്നാൽ, അദ്ദേഹത്തിനും അങ്ങനെ ഒരു തോന്നൽ വന്നാൽ നോക്കാം. ഇതുവരെ പ്രണയം ഉണ്ടായിട്ടേ ഇല്ല? പ്രണയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിരഹമുണ്ടായിട്ടുണ്ട്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ജെനുവിൻ ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഒന്നും എനിക്ക് ഡീൽ ചെയ്യാനേ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഒരു ബന്ധത്തിൽ പോയി അനാവശ്യ പ്രശ്നങ്ങളും നമുക്ക് അനാവശ്യ ടെൻഷനും നമ്മളെ BP കൂട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കാരണം ഞാൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സമാധാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എനിക്ക് ഇങ്ങനെ മനസ്സമാധാനം തന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിക്കുകയും ആരാധകരൊക്കെ ഉള്ള ഒരാളാണ് ഹണി. മലയാളി പുരുഷന്മാർ പൊതുവെ ഹിപ്പോക്രാറ്റ്സ് ആണെന്നുള്ളൊരു വിമർശനമൊക്കെ വരാറുണ്ട്. അങ്ങനെ ഹണി കരുതുന്നില്ല? ഈ പറഞ്ഞ ക്രൈറ്റീരിയക്ക് മലയാളികൾ എന്നുള്ളത് ഒരു പ്രോമിനൻസ് തന്നെയായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മലയാളി വേണം എന്നില്ല, അങ്ങനെയൊന്നും ഞാൻ അതിനൊരു പ്രത്യേകിച്ചൊരു എന്താ പറയുക, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല. മലയാളി ഈ എൻ്റെ ഒരു വിഷയം നടന്ന സമയത്ത് വന്നതാണ്. മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഞാൻ എത്രയോ വർഷമായിട്ട്
എത്രയോ സ്റ്റേജുകളിൽ ഇനോഗ്രൽ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയും ആളുകളെ കാണുകയും ചെയ്യുന്നതാണ്. അവിടെയൊന്നും ആർക്കും ഒരു പുരുഷനും ഇങ്ങനെയുള്ള ദാരിദ്ര്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ കയറി എന്ന് പറയാണ്, ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പറയുന്നത് പുരുഷന്മാർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഒരു മെൻസ് അസോസിയേഷൻ തുടങ്ങി. അതിനെപ്പറ്റി ഭയങ്കര രസകരമായ കഥകളൊക്കെ വീണ്ടും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും എനിക്ക് കിടക്കാൻ താല്പര്യമില്ല. അത് ആരെയാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നൊന്ന് ആലോചിക്കണം. സ്വന്തം കാര്യമാണ് ഇവർ പറയുന്നതെങ്കിൽ അത് യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇവിടെയുള്ള സമൂഹത്തിലുള്ള ആണുങ്ങളൊന്നും അങ്ങനെയല്ല. ഭയങ്കര മാന്യന്മാരായിട്ടുള്ള പ്രോപ്പറായിട്ട് സ്ത്രീകളോട് പെരുമാറാൻ, മനുഷ്യരോട് പെരുമാറാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇതിൽ വളരെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ ഇതേ മനോനിലയുള്ള ആളുകൾ.